ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളിപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ചെറിയ പാപങ്ങളും വൻ പാപങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമുക്കതൊക്കെ പൊറുപ്പിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ മാപ്പ് തരാൻ അല്ലാഹു തആല അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ അല്ലാഹു നമുക്ക് മാപ്പ് തരും. ചിലപ്പോൾ നമുക്കിങ്ങനെ ആഗ്രഹം ഉണ്ടാകും, പഠിച്ചോൻ ഈ തെറ്റുകളൊക്കെ ഒന്ന് പുറത്ത് തന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നമ്മളതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യൂല, തോബകളൊന്നും ചെയ്യില്ല. ഒന്നാമതേ തോബ ചെയ്യാൻ അറിയാഞ്ഞിട്ടാണ്, അതും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ടും തോബയുടെ രൂപം പഠിക്കാം, തോബയുടെ പൂർണ്ണ രൂപം പഠിക്കാം ഇൻഷാ അല്ലാഹ്. മനുഷ്യന്മാർ ചെയ്യുന്ന വ്യഭിചാരമടക്കമുള്ള പാപങ്ങളൊക്കെ അല്ലാഹു തആല തോബയിലൂടെ സ്വീകരിക്കുമെങ്കിലും ചെറിയ ചില മഹാപാപങ്ങളുണ്ട്. ഈ പരദൂഷണം പോലെ, ഈ പരദൂഷണമൊന്നും ഒരിക്കലും അല്ലാഹു തആലയോട് തൗബ ചെയ്തെന്ന് കരുതി മാപ്പാക്കി തരില്ല. അത് അല്ലാഹു തആല പുറത്ത് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞത് അവരോട് പറയുക, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണമൊക്കെ പറഞ്ഞു, എന്നോട് പൊറുക്കണം, എന്നോട് മാപ്പാക്കി തരണം എന്ന് പറയുന്ന സമയത്ത് അവർ ശരി, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പുറത്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പടച്ചോന് നമുക്ക് പുറത്ത് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, പരദൂഷണം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ ചെറിയൊരു പാപമാണെങ്കിലും അത് വലിയ തെറ്റുകൾ കിട്ടുന്ന ഒരു മഹാപാപാണ്. അതുകൊണ്ട് തന്നെ അമ്മാതിരി തെറ്റുകളൊന്നും ആരും ചെയ്യാതിരിക്കുക. അതാ, നമ്മളിപ്പോൾ മനുഷ്യന്മാരില്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഉണ്ടെങ്കിലും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, പുതിയൊരു ഇതിലേക്ക് കടക്കുമ്പോൾ അവരോടൊക്കെ ആ തെറ്റുകൾ ഏറ്റു പറയുക. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അല്ലാഹു തആല ഈ പൊറുക്കുന്ന തെറ്റുകളുണ്ടല്ലോ, ഈ പൊറുക്കുന്ന തെറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹു തആലയോട് തൗബ ചെയ്യുന്നത്. തൗബ ചെയ്യാന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരുപാട് തരത്തിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തൗബയൊക്കെ ചെയ്യാം. പക്ഷെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇത് ഇല്ലാത്തതുകൊണ്ടാണ് പലരും അതിനെ തൊട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഇതൊക്കെ നോക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ, നിങ്ങളെനിക്ക് കുറച്ച് സമയം തരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനൊക്കെ മടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്രയും കാലം കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു, ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കണം, മനസ്സൊക്കെ ഒന്ന് മാറ്റണം, ഒന്നും കൂടി ഇങ്ങോട്ട് ഫ്രഷ് ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോന്നോളൂ. നമുക്ക് 20 ദിവസത്തെ ക്ലാസ്സുകളാണ് വരുന്നത്. 20 ദിവസം കൊണ്ട്, ആ 20 ദിവസം നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുന്ന ആളായിരിക്കില്ല. നിങ്ങൾ പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഇതാകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മാറിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീസ് നമുക്ക് 500 രൂപയാണ് കേട്ടോ വരുന്നത്. 500 രൂപയാണ് ഫീസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ചേരാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പിലേക്കാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിളിക്കും, ഓരോരുത്തർക്കായിട്ട് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ തന്ന് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ചേരാവുന്നതാണ്. 20 ദിവസത്തെ ക്ലാസ്സാണ്, ലൈവ് ക്ലാസ്സുകളല്ല. ഒരു ദിവസം നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 20 ദിവസം കൊണ്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള എല്ലാതും നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് എന്തെങ്കിലും മടിയും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി അങ്ങോട്ട് ഇതാവണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എല്ലാത്തിനും ഉപകരിക്കുന്ന ക്ലാസ്സുകളായിരിക്കും. 20 ദിവസമാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. 20 ദിവസത്തിന് 500 രൂപയാണ് ഫീസ്. 500 രൂപക്കൊന്നും ആരും നിങ്ങൾക്ക് എവിടെയും ഇങ്ങനത്തെ ക്ലാസ്സുകളൊന്നും എടുത്ത് തരില്ല. അപ്പോൾ ഇതൊരു സുവർണാവസരമായിട്ട് കാണുക. അല്ലാഹു തആലയുടെ അടുക്കൽ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നൊരു അവസരമായിട്ട് കാണുക. നമുക്ക് തൗബയൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ടും നല്ലൊരു മനുഷ്യനായിട്ട് മാറാം, പൂർണ്ണമായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നേറാം, പൂർണ്ണമായിട്ടും ഫ്രഷ് ആവാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ചേർന്നിട്ട് ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞ് നമുക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മാറി ഇങ്ങനെ മാറി. പിന്നെ അതുപോലെ തന്നെ ഭർത്താക്കന്മാരൊക്കെ ഈ ക്ലാസ്സിൽ ചേർത്തും വന്നിട്ട് പിന്നെ അവർ കാണുമ്പോൾ അവരുടെ വന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിക്കുന്നതും സന്തോഷം അറിയിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവരൊക്കെ ചേരുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആവുക ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആ ക്ലാസ് നിങ്ങൾക്ക് നാളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയ്ക്കും ഇതിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പൂർണ്ണമായിട്ടും സേഫ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. 500 രൂപയാണ് ഫീസ് ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് തൗബ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇപ്പോൾ നമുക്ക് തൗബയുടെ നിബന്ധനകൾ നോക്കണം അല്ലേ. തൗബയുടെ
നിബന്ധനകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് കുറച്ച് ഷർത്തുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൗബ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ് പോയിട്ടുള്ള ദോഷങ്ങളെ തൊട്ടിട്ട് ഖേദിച്ച് മടങ്ങും. ഖേദിച്ച് മടങ്ങുക എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ആ ഒരു ഖേദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ചെയ്തതിന് നമ്മളൊരു കുറ്റബോധം ഉണ്ടാവുമല്ലോ അത്. അപ്പോൾ നമുക്കത് ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും തൗബ ചെയ്യാൻ വരുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ഓക്കെയാണ്. പിന്നെ അടുത്താണ് നമ്മൾ ചെയ്തു വരുന്ന ദോഷത്തിൽ നിന്നൊക്കെ പിൻവാങ്ങും. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ദോഷങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിസ്കരിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പിൻവാങ്ങുക, അതൊന്നും പിന്നെ ചെയ്യാതിരിക്കുക, അങ്ങനെ അതിന്നൊക്കെ മാറി നിൽക്കുക. പിന്നെ ഇനി ഞാൻ മേലാൽ യാതൊരു ദോഷവും ചെയ്യില്ല എന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കുക. നമ്മൾ ചിലപ്പോൾ ഇനി മേലാൽ യാതൊരു ദോഷവും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ചെയ്യായിരിക്കും, നോ പ്രോബ്ലം, വിഷമിക്കേണ്ട. നമുക്ക് എപ്പോഴും അവസരങ്ങളുണ്ട്, നമുക്ക് തൗബ ചെയ്തുകൊണ്ടേയിരിക്കാം. ഒരു ദിവസം അല്ലാഹു തആല നമ്മളെ പൂർണ്ണമായിട്ടും സ്വലിഹായിട്ടുള്ള മുഅ്മിനായിട്ടുള്ള ഒരാളാക്കി മാറ്റും. അതന്നെ വിശ്വസിക്കുക. എന്നിട്ട് തൗബ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ മേലാൽ യാതൊരു ദോഷവും ചെയ്യില്ലെന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കുക. പിന്നെ എന്തെങ്കിലും നമുക്ക് കടമോ എന്തെങ്കിലും കിടപാടുകളൊക്കെ കൊടുത്ത് വീട്ടാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് വീട്ടുക. അങ്ങനെയൊക്കെ ഫുള്ളായിട്ട് ശുദ്ധിയായിട്ടിരിക്കുക. നമ്മുടെ ഇതിൽ യാതൊരു ബാധ്യതയും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും കൂടാതെ, അല്ലെങ്കിൽ ഈ 4 ഷർത്തുകൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൗബ അല്ലാഹു തആല ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. ഇനി നമുക്ക് തൗബ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ദുആ ചെയ്യണം അല്ലേ. അപ്പോൾ അറബിയിലാണ് ദുആ. അപ്പോൾ ദുആകളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ദുആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ട് ഇത് നമ്മൾ ആദ്യം ചെയ്യണം. അതിന് ശേഷം നമുക്കിനി വേറെ ദുആകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനി ഇവിടെ വായിക്കുന്നില്ല, കാരണം കുറേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കാൻ നമുക്ക് സമയമില്ല. ഇനി ഇതിപ്പോൾ ഇവിടെ അറബി മാത്രം കൊടുത്തിട്ടുള്ളൂ. അറബി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഇതിൻ്റെ കറക്റ്റ് മലയാളവും ഇത് വായിക്കും എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനതെല്ലാം കൂടി പറയാൻ നിന്നാൽ സമയം കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് അടുത്തത് ഇതിൻ്റെ ചെറിയൊരു ദുആയാണ്. ഇതത്ര വലുപ്പമൊന്നുമില്ല, ഇനിയും ഒരു 2 കൂടി ഉണ്ട്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷർത്തുകളൊക്കെ ചെയ്തതിന് ശേഷം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു ഇതിന് നമ്മൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ദേ ഈ ഒരു ദുആകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്നാൽ അള്ളാഹുവിനോട് എല്ലാ രീതിയിലും പ്രാർത്ഥിച്ചു. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും 1 2 എണ്ണമൊക്കെ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒക്കെ ഏകദേശം ഒരേപോലെയുള്ള അർത്ഥം വരുന്ന ദുആകൾ തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മഹത്വം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒഴിവാക്കുകയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും 1 2 എണ്ണമൊക്കെ വലിയ ദുആ മാത്രം ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എല്ലാം ചെയ്താലാണ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇതല്ല. അപ്പം ഇനി എന്തായാലും എല്ലാവരും തൗബയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഞാൻ ആരോ ചെയ്തിട്ട് കാണിച്ചിട്ടില്ല, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ അത് അറിയാത്തവരുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതാ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, ആ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ലിങ്ക് കാണാം, ഞാൻ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താനെ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ആകും. അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിലൊക്കെ ചേരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.